എൻ്റെ പേര് അന്നമ്മ. ഞാൻ മംഗലാപുരത്തു നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഈ വർഷം തന്നെ ഫെബ്രുവരി 16-ാം തീയതി. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ കാരണം എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഒത്തിരി വിഷമങ്ങളും സങ്കടങ്ങളും എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. അതിൽ ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ മകളുടെ ഒരു നിയോഗം വെച്ചിട്ടുണ്ട്. മകളുടെ കുടുംബജീവിതത്തെ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് കല്യാണം കഴിഞ്ഞ്, അതായത് ജനുവരിയിലാണ് കല്യാണം കഴിഞ്ഞത്. അവളെ ഞാൻ ഒത്തിരി എന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഞാൻ തന്നെയാണ് നടത്തുന്നത്. 2 മക്കളാണ് എനിക്കുള്ളത്, ഒരു മോളും മോനും. 2 പേരെയും എനിക്ക് യാതൊരു വരുമാനവും ഇല്ല വീട്ടിൽ. ഭർത്താവാണെങ്കിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നാലും മക്കളുടെ ഉത്തരവാദിത്വം അമ്മയും അപ്പന്മാരും അവരുടെ ഉത്തരവാദിത്വം നടത്തേണ്ട ഒരു കർത്തവ്യം നമ്മൾക്കൊണ്ട് തന്നെ. ആ കാര്യങ്ങൾ ഞാനാണ് മക്കളുടെ കാര്യങ്ങളിൽ ഏറ്റെടുത്ത് മക്കളെ ഇത്രത്തോളം വെച്ചെങ്കിൽ 1 രൂപ പോലും എൻ്റെ കയ്യിലില്ലാതെ ഇരുന്ന ഞാനൊരു വീട്ടുവേല എടുത്താണ് മക്കളെ പഠിപ്പിച്ച് മക്കളെ ദൈവം തമ്പുരാൻ എൻ്റെ കൂടെ ഇരുന്ന് മക്കളെ 2 പേരെ മോളെ നേഴ്സിംഗ് പഠിപ്പിച്ച് അവളെ ഒരു ജോലിയിലാക്കിക്കുവാനും അവളെ പഠിപ്പിച്ച് ജോലിയിലായി അവളൊരു നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് വിടുവാനും എനിക്ക് സാധിച്ചു. അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയും കൊണ്ടാണ്. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എന്തോ ഒരു ചെറിയ അവളുടെ ഇപ്പം ഒരു വിഷമങ്ങൾ സങ്കടങ്ങൾ എപ്പം വിളിച്ചാലും അവൾക്ക് ദേഷ്യം. അവൾ നേഴ്സാണ്, കൂടാതെ ഇപ്പം അവൾ പ്രഗ്നൻറ്റും കൂടെ ആണ്. അപ്പോൾ എന്തോ വിഷമങ്ങൾ സങ്കടങ്ങൾ എന്നോട് തുറന്ന് പറയുന്നുമില്ല. പക്ഷേ എനിക്ക് ആ വിഷമം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവളെ പഠിപ്പിച്ച് ജോലിയിലാക്കി അവളെ വിവാഹം കഴിച്ചു കൊടുത്തത്. ഒത്തിരി നല്ല രീതിയിലാണ് അവളെ ഒത്തിരി അനുഗ്രഹപ്രദമായൊരു വിവാഹമാണ് നടന്നത് തന്നെ. പക്ഷേ ഇതെല്ലാം തന്നിട്ടും അനുഗ്രഹിച്ചിത്രം തന്നിട്ടും ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നതും അവരെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മക്കളെ 3 പേരെ, മോനെയും മോളെയും മരുമോനെയും കൂടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മയുടെ ഈ മണ്ണിൽ അവരെ പാദം ചവിട്ടിച്ച് അവരുടെ അമ്മയുടെ അനുഗ്രഹം അവർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയും കൊണ്ട് ഞാൻ അവരെ കൊണ്ടുവന്നിട്ടാണ് അവരെ കൊണ്ടുപോയത്. ഞാൻ ഇവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെയും കുറച്ചുകൂടെ വിഷമങ്ങൾ കൂടുതലായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്? ഞാൻ എന്ത് കാര്യം ചെയ്തപ്പോഴും ഞാൻ ഈശോയോട് ചോദിച്ചിട്ടാണ് മക്കളുടെ കാര്യത്തിന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. വിവാഹം കഴിച്ചപ്പോഴും പഠിപ്പിക്കാൻ വിട്ടപ്പോഴും എല്ലാം ചോദിച്ചിട്ടാണ്. പിന്നെ എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്? ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ഞാൻ ഈശോയോട് ചോദിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ ആരാധനയിൽ ടോക്ക് കേട്ടപ്പം അച്ഛൻ അതിൽ പറഞ്ഞു അപ്പം അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അനുഗ്രഹിക്കാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, അനുഗ്രഹം അത് അനുഭവത്തിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാനിന് മുന്നേ എനിക്ക് എവിടെ മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തരണം, ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യേണ്ടേ, ഞാൻ അത് ചെയ്തോളാം, എൻ്റെ മക്കൾ സന്തോഷമായിട്ട് കഴിയുന്ന കാണണം, അതാണ് എൻ്റെ. അപ്പം അച്ഛൻ ഇങ്ങനെ പറയുന്ന കേട്ടു. അപ്പം ഞാൻ പ്രായശ്ചിത്തമായിട്ട് ഞാൻ എന്തുവേണം ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ രാത്രി 3 മണിക്ക് എണ്ണീറ്റ് ഈ മക്കൾക്ക് വേണ്ടി അവരുടെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനെ കാണാൻ വേണ്ടി അമ്മയുടെ അങ്കി കീഴിൽ അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 മണിക്ക് എണ്ണീറ്റ് പ്രതീക്ഷിക്കാത്ത പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും സ്വർഗസ്നായ പിതാവേ 7 പ്രാവശ്യം വെച്ച് ചൊല്ലി 3 ദിവസം ചൊല്ലി കഴിഞ്ഞപ്പോൾ ആ 3-ാം ദിവസം മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും സന്തോഷമായി സംസാരിക്കുകയും അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അവൾ എന്നോട് വിളിക്കുമ്പോൾ സന്തോഷമായിട്ട് സംസാരിക്കുകയും 2 പേരും ഇപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ തന്നെ പഴയ ഞാൻ എപ്പോൾ എങ്ങനെ കാണാൻ തുടങ്ങിയോ അതേപോലെ ആയിട്ടുണ്ട്. അത് അമ്മയുടെ വലിയൊരു ഇടപെടലും കൊണ്ടാണ് എനിക്ക് അത് അമ്മ മാതാവ് അവരെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എനിക്ക് മുട്ടുമടക്കത്തില്ലായിരുന്നു. മുട്ടുമടക്കി ഞാൻ മുട്ട കുത്തി നിന്ന് ഒരു ജപമാലയുടെ ഒരു രഹസ്യം പോലും എനിക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു. എത്ര നാളായിട്ടുണ്ടത്? പക്ഷെ എനിക്ക് ഒരു 10-12 വർഷത്തോളമായിട്ട് അങ്ങനെയായിരുന്നു. പക്ഷേ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞപ്പം ഞാൻ അന്ന് തൊട്ട് ഞാൻ എന്ത് പ്രാർത്ഥിക്കും, ഞാൻ മുട്ടയെ കുത്തി നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 1 മണിക്കൂർ മേളിൽ വേണമെങ്കിലും എനിക്ക് മുട്ടയെ കുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് അമ്മ മാതാവിൻ്റെ വലിയൊരു ഇടപെടലും കൊണ്ടാണ് എനിക്ക് സാധിക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് 10-12 വർഷം മുന്നേ തന്നെ ചിക്കൻ ഗുനിയ വന്നായിരുന്നു. ചിക്കൻ ഗുനിയ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാല് മടക്കി ഇങ്ങനെ
തറയിലിരിക്കത്തില്ലായിരുന്നു. ഞാൻ പള്ളിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് തറയിരുന്ന് കുർബാന കാണാനോ തറയിലിരിക്കാനോ പറ്റത്തില്ല. എന്നെക്കാളും പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ തറയിലിരിക്കുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. എനിക്ക് മേളിലിരുന്ന് ഞാൻ ഏടിയിരിക്കണം. അപ്പോൾ ഞാൻ അന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇവിടെ അച്ഛൻ്റെ കുർബാനയുടെ സമയത്ത് വചനം പ്രഘോഷിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ഒരു മിനിറ്റ് പോലും എനിക്ക് കാലിങ്ങനെ മടക്കത്തില്ല. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടും പിറഞ്ഞും കിടന്നാണ് ഞാൻ ഇവിടെ ഇരുന്നത്. അന്ന് ഞാൻ അമ്മയുടെ മുന്നിൽ പറഞ്ഞു, എനിക്ക് ഇനി അമ്മയുടെ മുന്നേ വരുമ്പോൾ എനിക്ക് കാല് മടക്കി ചൊവ്വയിരുന്ന് എനിക്ക് കുർബാനയിൽ പങ്കുകൊള്ളണം, ആരാധനയിലും ഒക്കെ എനിക്ക് ചൊവ്വയിരിക്കണം, ഇരുന്ന് എനിക്ക് വചനം ശ്രദ്ധിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്കിപ്പോൾ എത്ര നേരം വേണമെങ്കിലും എന്തായാലും 10-15 മിനിറ്റോളം ഞാൻ വേണമെങ്കിൽ കാല് മടക്കിയിരുന്ന് ഇരിക്കാൻ പറ്റും ഇപ്പം. അത് ഈ അമ്മയുടെ വലിയ ഇടപെടലും കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മോള് പ്രഗ്നൻ്റ് ആണല്ലോ, അവൾക്ക് 2 മാസമായപ്പം അവൾക്ക് ചുമയും കഫക്കെട്ടും ശ്വാസമുട്ടലും ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന ഉടമ്പടി വസ്തുക്കൾ, അതായത് വിശുദ്ധ തൈലവും തേനും ഉപ്പും, അവൾ ഹോസ്റ്റലിൽ താമസിക്കുക. ഞാൻ ജോലി എടുക്കുന്ന സ്ഥലത്താണുള്ളത്. ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ വസ്തു ഉപ്പും വെള്ളത്തിയിട്ട് കഴിക്കുക, ഇത് തേനും കഴിക്കുക. അവൾ അതുപോലെ ചെയ്തു. ഞാനും അവളെ മനസ്സിൽ വിചാരിച്ച് ഞാനും അതുപോലെ അവൾക്ക് വേണ്ടി വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് ചെയ്തു. അതിൻ്റെ ഫലമായി ആ ചുമ ആ കഫക്കെട്ടും അന്ന് 2-ാം മാസത്തിൽ തുടങ്ങിയ ആ ചുമയും കഫക്കെട്ടും ഇന്നിപ്പോൾ അവൾ 7-ാം മാസത്തിലായി. ഇതുവരെ അതിൽ പിന്നെ അവൾ ചുമച്ചിട്ടില്ല, കഫക്കെട്ടില്ല, യാതൊന്നുമില്ല. അതെല്ലാം പൂർണ്ണമായി അവൾക്ക് സൗഖ്യം നൽകി. അത് കഴിഞ്ഞ് അതേ സമയത്ത് തന്നെ അവൾക്ക് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് മോഷൻ ശരിക്കും പോയില്ലെങ്കിൽ അതിൻ്റെതായ വിഷമങ്ങൾ അസ്വസ്ഥതകൾ ഒത്തിരി ഉള്ളതാണല്ലോ. അവൾക്ക് 3-4 ദിവസവും ആയാലും വയറ്റിൽ നിന്ന് പോകത്തില്ലായിരുന്നു, മോഷൻ പോകത്തില്ലായിരുന്നു. അതും എന്നോട് പറയുമായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞു അവളോട്, മോളെ നീ ഉപ്പ് വെള്ളത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഉടമ്പടി ഉപ്പ് ഇട്ട് നീ തേനും ഉപയോഗിക്കുക, നീ അത് ഉപയോഗിച്ച് കഴിക്കുക. അത് ചെയ്തതിൻ്റെ ഫലമായി അവൾക്ക് അന്ന് തന്നെ വയറ്റിൽ നിന്ന് പോവുകയും സമാധാനമാവുകയും, അതും അമ്മയുടെ വലിയ ഇടപെടലാണ്. അത് കഴിഞ്ഞ് വലിയൊരു സാക്ഷ്യം, എൻ്റെ നാത്തൂന് ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞപ്പം നാത്തൂന് 1 വർഷം കൊണ്ടായിട്ട് ഇങ്ങോട്ട് നാത്തൂന് ഒരു തലകറക്കവും പിന്നെ പുള്ളിക്കാരി തല കറങ്ങി വീഴുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് നാത്തൂന് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യുമ്പം ബി പി ലോ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഗുളിക കൊടുത്തു. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനെ പുള്ളിക്കാരി കൂടി വന്നു. ഒരു സൈഡ് അങ്ങ് ഒരുമാതിരി തളർന്നു പോകുന്ന പോലെ, വീഴാൻ പോകുന്ന പോലെ ആയി. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പിന്നെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പം അത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു ചെല്ലുമ്പോഴാണ് ചേച്ചിക്ക് ഇത്രയും അസുഖം കൂടി വന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് ഈ കാല് വയ്യ നടക്കാൻ മേലാന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ മോനും കൂടെ ചേച്ചിയെ കാണാൻ പോയപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് നടക്കാൻ പിടിച്ച് നടക്കുന്ന കണ്ടപ്പോൾ ചേച്ചിക്ക് ഞാൻ പറഞ്ഞു, ചേച്ചി വിശ്വസിച്ച് ഈ ഉടമ്പടി വസ്തു ഈ തൈലം തൂത്ത് ചേച്ചി വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഉപയോഗിക്കുക, അപ്പം ചേച്ചിയുടെ ഇത് വേദന മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി ചെയ്തു. പക്ഷേ ചേച്ചിക്ക് ചെയ്താൽ തന്നെ ചേച്ചിക്ക് പിന്നെ ഈ അസുഖം കൂടിക്കൊണ്ട് വന്നു. ചേച്ചി അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒരു സ്കൂളിൽ ജോലിക്ക് പോയപ്പം ചേച്ചി അവിടെ തല കറങ്ങി വീണപ്പം ചേച്ചി ഹോസ്പിറ്റലിൽ പോയപ്പം ചേച്ചിയോട് പറഞ്ഞു MRI എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ MRIയും CT സ്കാനൊക്കെ ചെയ്യാൻ പറഞ്ഞു. ചെയ്തപ്പം ചേച്ചിക്ക് വന്നത് ചേച്ചിക്ക് തലയിൽ ബ്രെയിൻ ട്യൂമർ. അപ്പം ചേച്ചി ഞങ്ങളെല്ലാവരും ഒത്തിരി വിഷമിച്ച് തളർന്നു പോയി. എന്ത് ചെയ്യും? ചേച്ചിയാണ് ആ കുടുംബത്തിൻ്റെ അത്താണി, ചേച്ചിയാണ് ആ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നോക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ചേച്ചിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ചേച്ചിയോടും പറഞ്ഞു, ചേച്ചിക്കൊരു കുഴപ്പവും വരത്തില്ല, ചേച്ചി വിശ്വാസത്തോടെ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ചേച്ചി തൈലം പുരട്ടി വിശ്വാസത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ചേച്ചി ഓപ്പറേഷന് പോയാൽ മതിയെന്ന് പറഞ്ഞു. ഞാനും അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചേച്ചിക്ക് ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതല്ല, അത് നരമ്പിൻ്റെ ഇടയ്ക്കാണ് ഇത് വന്നേക്കുന്നത്. അപ്പം ഒത്തിരി ക്രിട്ടിക്കലാണത്. ഓപ്പറേഷൻ ചെയ്ത ചേച്ചി ആരോഗ്യത്തോടെ കിട്ടും, ജീവൻ തന്നെ തിരിച്ചു കിട്ടുന്ന സംശയമാണ് ഡോക്ടർമാർ പറഞ്ഞത്. 3 സ്റ്റേജാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ കോമ സ്റ്റേജിൽ പോകും, അല്ലാന്നുണ്ടെങ്കിൽ ആളിൻ്റെ ജീവൻ തന്നെ പോകും, ഇല്ല ദൈവത്തിൻ്റെ എന്തെങ്കിലും വലിയ ഇടപെടലൂടെ മാത്രം ജീവനോടെ കിട്ടും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിക്ക് ഒരു കുഴപ്പവും വരത്തില്ല, ചേച്ചി വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഉടമ്പടി തൈലം ചേച്ചി എവിടെയാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി ആ ഭാഗത്ത് പുരട്ടി കുരിശ് വരച്ച് ചേച്ചി ഉപ്പും
തേനും ഉപയോഗിച്ച് ചേച്ചി ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോഴും ചെയ്യുക, അതുപോലെ ഞാൻ ആ സമയത്ത് ഞാനും പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി അതുപോലെ തന്നെ ചെയ്തു. ചേച്ചി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പോഴും എന്നെ വിളിച്ച് പറഞ്ഞു ഓമനെ പ്രാർത്ഥിക്കണം. ചേച്ചി കയറിയപ്പോൾ അതുപോലെ ചെയ്തോണ്ടാണ് കയറിയത്. കയറിയപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ, ഞാൻ ഒരു ജോലി സ്ഥലത്താണ് നിൽക്കുന്നത്, ആ വീട്ടിലെ റൂമിൽ ഞാൻ വാതിലടച്ചിട്ടിട്ട് ഈ ചേച്ചിക്ക് വേണ്ടിയിട്ട് തിരി കത്തിച്ച് വെച്ചിരുന്ന് കരഞ്ഞ് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ചേച്ചിക്ക് ഒരു കുഴപ്പവും വരുത്തരുത്. കാരണം ആ ചേച്ചിയാണ് ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എത്തുന്നത്. അളിയന് സുഖമില്ല, അളിയൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ ചേച്ചിയാണ് ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചേച്ചിക്കും കൂടി ഇങ്ങനെയായ ഒരു മോനുണ്ട്. ആ മോൻ്റെ കാര്യം ആര് നോക്കും? അവൻ മാതാവേ ചേച്ചിക്ക് ഒരു കുഴപ്പവും വരരുത്, ചേച്ചിയെ പഴയതുപോലെ ആയി, ചേച്ചി പഴയ പോലെ ജോലി ചെയ്യാനുള്ള ആരോഗ്യത്തെ ചേച്ചിക്ക് തിരിച്ച് കൊടുക്കണം, തരണം മാതാവേ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചേച്ചി ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ ഒരു കുഴപ്പമില്ലാതെ സക്സസ് ആയി. അത് ഡോക്ടർമാർ പറഞ്ഞത് 3 ഇതാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ കോമ സ്റ്റേജിൽ പോകും, അല്ലാന്നുണ്ടെങ്കിൽ ആളിൽ ജീവൻ തന്നെ കിട്ടത്തില്ല. 3ാമത്തെ ദൈവത്തിൻ്റെ ഇടപെടലിൽ മാത്രമേ ആൾ പൂർണ്ണമായി ആരോഗ്യത്തോടെ കിട്ടൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ മാതാവ് അവിടെ ഇടപെട്ടു. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, അമ്മ മാതാവേ, അമ്മ സഞ്ചാരി മാതാവല്ലേ, അമ്മ പോകണം, അമ്മ മകളുടെ അടുത്ത് പോകണം, അമ്മ പോയി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അമ്മ കൂടെ ഇരിക്കണം, അമ്മ വേണം ചേച്ചീനെ ചെയ്യാൻ. അമ്മ ചെയ്ത് ആ ഓപ്പറേഷൻ സക്സസ് ആയെന്ന് പുള്ളിക്കാരി തിരിച്ച് വരണം. അതാണ് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായി ചേച്ചി കഴിഞ്ഞ 4-ാം തീയതിയാണ്, കഴിഞ്ഞ മാസം ഏപ്രിൽ 4-ാം തീയതിയാണ് ഓപ്പറേഷനായത്. ഇത്രയും വലിയ ക്രിട്ടിക്കലായിരുന്ന ഓപ്പറേഷൻ ചെയ്ത ആ ചേച്ചി 4-ാം തീയതി ഓപ്പറേഷൻ ആയ ചേച്ചി 16-ാം തീയതി ചേച്ചി ഡിസ്ചാർജായി ചേച്ചി വീട്ടിൽ വന്നു. ചേച്ചി വെച്ചെങ്കിൽ അത്രയും പെട്ടെന്ന് മാതാവ് ചേച്ചിയുടെ കൂടെ ഓപ്പറേഷനായി ഇരുന്ന കുറേ ചേച്ചിയുടെ കൂടെ ഓപ്പറേഷനായിരുന്ന കണ്ണ് പോലും തുറക്കാതെ 20 ദിവസമായിട്ടും കണ്ണ് തുറക്കാത്ത പേഷ്യൻറ്റുകൾ ഇനി ആ വാർഡിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. പക്ഷേ അമ്മ മാതാവ് അവിടെ ചെന്ന് ചേച്ചീനെ തൊട്ട് ചേച്ചിയുടെ കൂടെ ഇരുന്ന് സൗഖ്യം കൊടുത്തുകൊണ്ടാണ് ചേച്ചി ഇത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു വരുവാനും ആ ചേച്ചി ഇപ്പം പഴയതുപോലെ സ്കൂളിൽ ജോലിക്ക് പോകാൻ തുടങ്ങി.